SNDP യോഗത്തെ വിശ്വസിച്ച് മൈക്രോ ഫിനാൻസ് പദ്ധതിയിൽ നിന്നും വായ്പ എടുത്ത ഒരു വീട്ടമ്മയ്ക്ക് വന്ന സമൻസാണിത്. ജപ്തി നോട്ടീസ് വന്നതിന് പിന്നാലെ സമൻസും വന്നതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് അടൂർ യൂണിയനിലെ 100ഓളം കുടുംബങ്ങൾ. വീട്ടിൽ ഞങ്ങൾക്കൊരു സമാധാനവും തരുന്നില്ല. ഈ പണം നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ തന്നതല്ല, കൃത്യമായിട്ട് അവരാണ് ആണുങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്ന തുകയാണ് ഞങ്ങൾ കൊണ്ട് യൂണിയൻ ഓഫീസിൽ കൊണ്ട് അടച്ചത്. ഇനി ഞങ്ങൾ എവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുമെന്നാണ് കൂലിപ്പണിക്ക് പോകുന്ന ആണുങ്ങളൊക്കെ ഞങ്ങളോട് ചോദിക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യണം? 2012 അടൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖയിൽ നിന്ന് അടൂർ താലൂക്ക് യൂണിയൻ 7,68,00,000 രൂപ വായ്പ എടുത്തത്. ഇതിൽ നിന്നും 6,85,00,000 രൂപ 586 യൂണിറ്റുകൾക്ക് വായ്പയായി അനുവദിച്ചു. ഈ യൂണിറ്റുകൾ മാസാവസാനം 26 ലക്ഷം രൂപ താലൂക്ക് യൂണിയനെ ഏൽപ്പിച്ചു. എന്നാൽ 2013 മാർച്ച് 18 വെള്ളാപ്പള്ളി അടൂർ യൂണിയൻ പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തി. ഇതിനുശേഷം യൂണിറ്റുകൾ പിരിച്ചുകൊടുത്ത പണമൊന്നും ബാങ്കിലെത്തിയിട്ടില്ല. അതിനുശേഷം 1 രൂപ പോലും ബാങ്കിൽ അടച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം അറിയാതെ എന്തെങ്കിലും ഇവിടെ നടക്കും. അദ്ദേഹം അറിയാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതിയിലുള്ള ഒരു കൺവീനർ, ഒരു ചെയർമാനും ആരും ഒന്നും ചെയ്യത്തില്ല. വെള്ളാപ്പള്ളി അറിയാതെ ഒന്നും ചെയ്യത്തില്ല. അദ്ദേഹം തന്നെ പറയണം, അല്ലാതെ ആരും പറയാൻ പറ്റും? വേറൊരാൾക്ക് പറയാനൊക്കുവോ? ഇവിടെ ഇരിക്കുന്നവർക്കൊന്നും, ഇവിടെ ഇരിക്കുന്ന യൂണിയൻ കൺവീനറോ ചെയർമാനോ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അദ്ദേഹമാണ് ഇതിന് സമാധാനം പറയേണ്ടത്. കൂലിപ്പണി ചെയ്ത് യൂണിയനിൽ ഏൽപ്പിച്ച പണം അപ്രത്യക്ഷമായതോടെ വായ്പ എടുത്ത സ്ത്രീകൾ പ്രതിസന്ധിയിലായി. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ അങ്ങേയറ്റം മാനസികമായ സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു സമാധാനവുമില്ല. ഞങ്ങൾ എവിടുന്ന് അടയ്ക്കും? ഞങ്ങൾ പാവങ്ങളാണ്, കൂലിവേല ചെയ്യുന്ന സാധാരണക്കാര മനുഷ്യരാണ്. ഞങ്ങൾ എവിടുന്ന് ഈ തുക കൊണ്ട് അടയ്ക്കും? SNDPയുടെ മൈക്രോ ഫൈനാൻസ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് VS അച്യുതാനന്ദൻ ഉയർത്തിയ ആരോപണങ്ങളിലേക്കാണ് ഈ പ്രശ്നം വിരൽ ചൂണ്ടുന്നത്. S. ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.